ஹாய் வியூவர்ஸ், அறிவுலகத்திலையும் கலை உலகத்திலையும் இருக்கிற ஒரு சவால் என்னன்னா, பெரிய கலைஞர்கள் கூட தங்ககிட்ட இருக்கிற வித்தைய கலைய அவ்வளோ எளிதா மற்றவங்க கிட்ட சொல்லி கொடுத்துட மாட்டாங்க. ஆனா ராஜா சார் அப்படி இல்லை. அவரை இன்டர்வியூ செய்ய வந்த ஒரு சிங்கரை ஒரு ஃபியூ மினிட்ஸ்ல கம்போசரா அவர் மாத்தி காட்டுறாரு. அந்த கம்போசிங்ல இருக்கக்கூடிய சிறு சிறு வித்தைகள் நியூஆன்சஸை கூட அவர் அழகா சொல்லி கொடுக்குற அந்த பதிவு நம்ம இப்ப பார்க்க போறோம். அதுக்கு முன்னால இந்த சேனலை சப்ஸ்கிரைப் பண்ணுங்க. அப்பதான் சுவாரஸ்யமான தகவல்களை நான் உங்களிடம் வந்து சேர்க்க முடியும். இப்போ ராஜா சார் கம்போசிங் சொல்லி கொடுக்குற அந்த அருமையான സെഷനെ பாருங்க. എങ്കിലും ഈ പുതുതായിട്ട് വരുന്ന കമ്പോസേഴ്സിന് പുതിയ പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് സാർ ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ ഏത് രീതിയാണ് സാറിന്റെ എന്നൊന്ന് പറഞ്ഞു കേൾപ്പിച്ചാൽ കൊള്ളാം. എന്റെ ദൃഷ്ടിയിൽ കമ്പോസിങ് ചെയ്യുന്നത് ട്യൂൺ ഉണ്ടാക്കുന്നത് ഒരു ചീറ്റിംഗ് ആണ്. ഓഹോ, ഒരു പ്രാവശ്യം ശരിഗമ പതിനഞ്ചാ പാടി കഴിഞ്ഞെങ്കിൽ പിന്നെ ആയിപ്പോയല്ലേ, 7 നോട്ട്സ് പാടിയായി, പിന്നെ എന്തുകൊണ്ട് പാടാൻ സംഗീതത്തിൽ പിന്നെ റിപ്പീറ്റ് ചെയ്തെങ്കിൽ അതാണ് ഇപ്പോ റിപ്പീറ്റേഷൻ ആണ് നാം ചെയ്യുന്നുണ്ട്. ഒവ്വൊരു പ്രാവശ്യവും നമുക്ക് വന്ന് സരിഗമ എന്ന് പാടിയാൽ റിഗമ റിമക ഇങ്ങനെ പാടുന്നുണ്ട്. ഇത് ഒരു ചീറ്റിംഗാ. ഇത് വളരെ ബുദ്ധിപൂർവമായിട്ട് ഇന്റലിജന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് വരാത്ത സംഗതികൾ വരുന്നത് പാടുന്നതാണ് നമുക്ക് കർണാട്ടിക് മ്യൂസിക് ആണ്. പിന്നെ ഏത് മ്യൂസിക് ആയാലും പാടിയെങ്കിൽ ബോറടിക്കുമോ? അതുകൊണ്ട് ഇപ്പോ വളർന്നു വരുന്ന ആൾക്കാർക്ക് ആഗ്രഹമുള്ള യങ്സ്റ്റേഴ്സ് നമുക്ക് കൊഞ്ചം മ്യൂസിക് പഠിച്ചെങ്കിൽ കൊഞ്ചം ഇൻട്രസ്റ്റ് വരുമോ അവർക്ക്, നമുക്കൂടെ കമ്പോസ് ചെയ്യാൻ അങ്ങനെ വരുമോ? അങ്ങനെ വരുമെങ്കിൽ ആ രീതിയിൽ നോക്കിയെങ്കിൽ നമുക്ക് അറിയ വേണ്ടിയത് പഴയ ആൾക്കാർ ഏത് എങ്ങനെ ചെയ്തെന്ന് അറിയണമോ. ഡീപ്പായിട്ട് പോകണം. ബട്ട് വളരെ ഡീപ്പായിട്ട് പോകണമെങ്കിൽ ഒരുപാട് സ്റ്റഡി ചെയ്യണമോ. അതൊക്കെ നമുക്ക് ഇപ്പോൾ ടൈമില്ല. ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. എനിക്ക് എത്ര ജന്മമായിട്ട് ഉള്ള പ്രാരബ്ധ കർമ്മം കൊണ്ട് ഈ സംഗീതം പറഞ്ഞ് എനിക്കറിയില്ല. എത്ര ജന്മത്തിൽ ഉണ്ടായിരിക്കുമോ അറിയില്ല. ബട്ട് ആൾക്കാർക്ക് ഞാൻ അറിഞ്ഞ ഒരു ചെറിയ ബുദ്ധികൾ കൊണ്ട് പറയാൻ പറ്റുള്ള ചെറിയ മാറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ ശ്രീകുട്ടൻ ഒരു നോട്ട്സ് എടുത്തിട്ട് ഒരു ഫ്രേസ് ഉണ്ടാക്കണം. ഒരു ഫ്രേസ് ഇപ്പോൾ ഞാൻ ഒരു റിതമിക് പാറ്റേൺ ഒന്ന് ചൊല്ലണം. ഇപ്പോ നമുക്ക് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ മാനോ മയിലോ നീ എന്റെ തേനോ അങ്ങനെ ഒരു മീറ്റർ, താന തന്ന തന്ന അങ്ങനെ ഒരു വേർഡ്സ് പറയുന്നുണ്ട്. വെറുതെ മാനോ മയിലോ നീ എന്റെ തേനോ ഇതൊക്കെ ഒരു ട്യൂൺ ചേർത്ത് ചെയ്യണം. പറയൂ ഏതെങ്കിലും മാനോ മയിലോ നീ എന്റെ തേനോ വേറെ. ഓക്കെ, സെക്കൻഡ് ഫ്രേസ് അതേ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കും. മാനോ ഇല്ല, ഇതേ ട്യൂൺ കണ്ടിന്യൂ ചെയ്യണം. ഫസ്റ്റ് ലൈൻ പാടി ഇപ്പൊ സെക്കൻഡ് ലൈൻ ഉണ്ടാക്കണല്ലേ, വേറെ പോകണ്ട. മാനോ മയിലു നീ എന്റെ തേനു സെയിം മീറ്റർ സെയിമാ, ട്യൂൺ വേറെ ഉണ്ടാക്കണല്ലേ. ട്യൂൺ വേറെ ഉണ്ടാക്കണം. ഇല്ലേ, സെക്കൻഡ് ലൈൻ പല്ലവിയിലെ ഫസ്റ്റ് ലൈൻ പാടിയെങ്കിൽ സെക്കൻഡ് ലൈൻ വേണല്ലേ. വേണം. സെക്കൻഡ് ലൈൻ സെയിം മീറ്റർ വെച്ചിട്ട് നാനാ തേരേ നീരറ്റ തേര് നനന നാനാ തിനന താനിന നിനന ഉണ്ടാക്കിയല്ലേ. അതെ, ട്യൂൺ ഉണ്ടാക്കി. അതെ. ഇത് വേറെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുമോ? വേറെ രാഗത്തിൽ. എനിക്ക് ഡയറക്ടറിന് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. വേറെ എങ്ങനെ ഉണ്ടാക്കുമോ? മാനോ തേനോ നീ എന്റെ താന. ഇത് ഫസ്റ്റിലിരുന്ന് സെക്കൻഡിൽ വന്നതും ദർ ഇസ് നോ ഡിഫറൻസ്. ഓൺലി പിച്ച് മാറ്റിയ റിതമിക് പാറ്റേൺ സെയിമേ വരുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഇത് വേറെ ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? റിതം മാറ്റിയിട്ട് ഇതെന്താ മാറ്റണ്ട. ഏതെങ്കിലും വേറെ രീതിയിൽ മാനോ മയിലോ തനന അങ്ങനെ പറയുന്നത് വേറെ പാറ്റേൺ ഓഫ് പ്രസന്റേഷൻ. വേറെ പാറ്റേൺ വരുമ്പോഴത്തേക്ക് മാനോ മയിലോ നീ എന്റെ തേനോ നനന നിനനെ നാലെന്റെ തേനോ ആയല്ലേ, വന്നല്ലേ. ഇപ്പൊ കേൾവി കേൾക്കുന്ന ആളെ പുറത്ത് ആൻസർ കമ്പോസർ പറഞ്ഞതും പിന്നെ ഇങ്ങനെ കേൾവി കേൾക്കാൻ ആൾ വേണ്ടോ? ഇങ്ങനെ ഇല്ലാത്ത ഇത് വേറെ രീതിയിൽ 100 പേര് പറയട്ടെ, ആലോചിക്കാതെ പറയണമാ. ഇത് പറഞ്ഞത് കറക്റ്റാ, പറഞ്ഞത് ശരിയാ. അതെങ്ങനെയല്ല ആലോചിക്കണ്ട, ഉള്ളിലോടത്തെ. മാനോ തേനോ നീ എന്റെ തെരി നനിനി. പള്ളി കമ്പോസറായില്ലേ? ഞാനില്ല, ഞാൻ പോണു സാർ. എന്നിടത്തിൽ പുരുഷോത്തമനുണ്ട്,
அவரு இப்போ எலக்ட்ரானிக் ரிதம் போடுமா. இப்போ இதோட லைவ் இன்ஸ்ட்ருமெண்ட்ஸ் ஆட் ചെയ്യാൻ പോകുന്നുണ്ട്. മാനോ മയിലോ മനസ്സിന്റെ തേനോ ദിയലോ ദരനേനോ ദരനോ ദരനേനോ മാനോ മയിലോ മനസ്സിന്റെ തേനോ ദിയലോ ദരനേനോ ദരനോ ദരനേ ദരനോ മാനോ മയിലോ മനസ്സിന്റെ തേനോ മാനോ മയിലോ മനോ ദരനേ മാനോ മയിലോ മനസ്സിന്റെ തേനോ മാനോ മയിലോ മനസ്സിന്റെ തേനോ ദിയിലോ മനസ്സിന്റെ നാനോ ദയിലോ മനസ്സിന്റെ തേനോ ദിടോ ഡാഡോ ഡഡിഡോ ഡിഡഡിഡാഡി അതില്ലേ. ഇപ്പോ സെയിം ട്യൂണുക്ക് ഇപ്പൊ വേറെ ഇൻസ്ട്രുമെന്റ് വേറെ റിതം വന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമാണ്? 1 2 3 ഡിങ് ഡിങ്. இதுல பாடினா இந்த பாட்டு எப்படி இருக்கும் பாருங்க. மானோ மயிலோ மனதிண்ட டேனோ தினோ திடோ திடோ டாடா டிடடா டாடா டடடா டிடடா டாடா டிடடே டடடா டடடே டடடா டடடா. இது கொஞ்சம் பழைய ஸ்டைலா இருக்கு. இதுல வந்து இப்போ மாடனா இந்த இதே நடைய மாடனா எப்படி பண்ணுவீங்க பாத்தீங்க? 1 2 3 இங்க 1 அப்படி வராது. இல்ல இல்ல 1 2 3 1 2 3 இதுல வரணும். அதான நீ வாச்சது. நான் மாடனா வேற வாசிங்கிறேன். அது கிளாசிக்கல் வாசி. 1 2 3 சொல்ல போட்டாங்க அவர் வாசி. இப்போ வெறும் சிம்பிளா வரும். தும் சக் தக் தும் சக் தும் சக் தக் தும் சக். வெளியில ஏன் ஃபில் பண்றோம்? அதுக்கு மேல வேணும். அதுல தும் சக் தக் தும் சக் தும் சக் தக் தும் சக் அதெல்லாம் கேட்கலாம். புறம் ஆன் பண்ணுங்க. கொஞ்சம் ஆன் பண்ணுங்க ப்ரோ. ரைட் 1 2 3 மானோ மயிலோ மனதிண்ட தேனோ தியிலோ தரிடடா டே டடடா டிடடிடடா டே டே டடடா டிடடிடடா டிடடே டடிடடா டே டடடே டிடடிடடா டே டடடே டாடா டடடா ரேடா டடடா டாடா டடடா டடடிடடா டிடடா டடிடடா டிடடா டாடே டடடா டிடடிடடா டடடா டடிடடீடா டிடடீடா டடிடடா டடடா மானோ மயிலோ மனசிந்த தேனோ துள்ளோ டடிடடா டடடா டடிடடா டடடா. தன்னுடைய கலை மீதும் வித்தை மீதும் அபரிவிதமான கான்பிடன்ஸ் இருக்கிற ஒருவரால் தான் அதை இப்படி பெருந்தன்மையா மத்தவங்களுக்கு சொல்லிக் கொடுக்க முடியும். இறக்கிற கிணறு தான் ஊறும். இப்படி மத்தவங்களுக்கு சொல்லிக் கொடுக்கும் பொழுதுதான் நம்ம கிட்ட கலையும் அறிவும் மெருகேறும். ராஜா சார் ஒரு பேட்டியில கர்நாடிக் மியூசிக்கும் இந்தியன் மியூசிக்கும் வெஸ்டர்ன் மியூசிக்கும் இடையில இருக்கிற டிஃபரன்சஸ் எல்லாம் சொல்லிக்கிட்டே பட்டியலிட்டு வரும்போது ஒரு பாயிண்ட் சொல்றாரு. அவர் என்ன சொல்றாருன்னா, வெஸ்டர்ன் மியூசிக் பெரும்பாலும் எழுதப்பட்டது, அது இட் வாஸ் டாக்குமெண்டட்.
அதனால அது எல்லாருக்கும் அவைலபிளா இருந்தது. இந்தியாவில் மியூசிக் எப்படின்னா பெரும்பாலும் வாய்மொழி பாடமாகவே அடுத்தடுத்த தலைமுறைக்கு கடத்தப்பட்டது. இப்போ ஒரு பெரிய கலைஞர் இருக்காருன்னா அவருடைய சிஷ்யருக்கு அவர் முழுமையா எல்லா டெக்னிக்ஸையும் எல்லா நியூவான்சஸையும் சொல்லி கொடுத்துட மாட்டாரு. தன்னை மிஞ்சிய சிஷ்யனா வந்துருவானோ, தன்னை விட இன்னொருத்தர் பெரிய ஆள் ஆயிடுவாங்களோ அப்படின்ற பயத்தினால அறகுறையா தான் சொல்லி கொடுப்பாங்க. இதனால என்ன ஆகுதுன்னா கலை அடி வாங்குது, கலை முழுமை பெறாது. அதனால அது டாக்குமெண்டடா இல்லாததுனால அதுல இம்ப்ரூவ்மெண்ட்ஸ் கொண்டு வர முடியாது. அதனால நம்ம பின்தங்கி போறோம் அப்படின்ற ஒரு அருமையான பாயிண்ட பதிவு பண்ணிருக்காரு. இது எல்லாரும் சிந்திக்க வேண்டிய ஒரு விஷயம். இந்த பதிவை ராஜா சார் ரசிகர்களுக்கு ஷேர் பண்ணுங்க. தொடர்ந்து ராஜா சாரோடு பயணிக்க இந்த சேனலை சப்ஸ்கிரைப் பண்ணி கூடவே பெல் பட்டனையும் ஆல் பட்டனையும் அழுத்தி வச்சிடுங்க. மீண்டும் அடுத்த பதிவில் உங்களை சந்திக்கும் வரை உங்களிடமிருந்து விடைபெறுவது தீபா. நன்றி. ಮಾನೋ ಮೈಲೋ ಮನಸ್ಸಿಂದ ತೇನೋ ದುರುಳೋ ದಲಿಯೋ